അല്ല ഗോപി, ഇതിൽ നമ്മൾക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ, ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തമെങ്കിൽ ഇവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലല്ലോ. ആ ഒറ്റ വാദത്തിൽ തന്നെ ഇവർ ആ സ്ഥാനത്തിന് യോഗ്യരല്ല എന്നുള്ളതുകൊണ്ട് അവർ രാജിവെച്ച് മാറി നിൽക്കേണ്ടതാണ്. ഇനി ഇവിടെയുള്ള പ്രശ്നം എന്താ? ഇവിടെ ഇത് സ്വർണം കട്ടത് മാത്രമല്ല, ഇത് വിശ്വാസി വഞ്ചന കൂടിയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ശബരിമലയുടെ അടിസ്ഥാന വികസനം ഞങ്ങൾ നടത്താൻ പോകുന്നു എന്നുള്ള വലിയ പ്രചരണം നടത്തി PR വാർത്തകളൊക്കെ സൃഷ്ടിച്ച ഒരു സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളത് വിശ്വാസികൾ വലിയ വിശ്വാസത്തോടെ, വിശ്വാസ തീഷ്ണതയോടെ കാണിക്കയായിട്ട് കൊടുക്കുന്ന ആ കാണിക്ക സ്വത്തുക്കൾ പോലും സംരക്ഷിക്കാൻ ഇവർക്ക് പറ്റില്ല, അത് ഇവർ തന്നെ കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വിശ്വാസി വഞ്ചനയാണ്. ഇത് ഈ നാട്ടിലെ സാധാരണക്കാരോടുള്ള വലിയ വിശ്വാസവഞ്ചന കൂടിയാണ്. വിശ്വാസികളോട് മാത്രമല്ല, ഇവരെ ഒരു കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു വകുപ്പും കൃത്യമായിട്ട് ഭരിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ ഉദ്യോഗസ്ഥരുടെ തോന്നിവാസമാണെന്ന് പറഞ്ഞ് ഒരു കൈ കഴുകും. ഇവിടെ ഉദ്യോഗസ്ഥരുടെ മാത്രം തോന്നിവാസമല്ല, ഭരണ നേതൃത്വത്തിന്, രാഷ്ട്രീയ നേതൃത്വത്തിന് കൃത്യമായിട്ടുള്ള അറിവോടുകൂടി, അവരുടെ ഒത്താശയോടുകൂടി അവർ പങ്ക് പറ്റിയാണ് ശബരിമലയിലെ ഈ സ്വർണം മോഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ സ്ഥാനത്തിരിക്കാൻ അവർ യോഗ്യരല്ല. എത്രയും പെട്ടെന്ന് രാജിവെച്ച് മാറി നിൽക്കുകയാണ് ആദ്യത്തെ പോംവഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.